നമസ്കാരം. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ CPIക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. CPMന്റെ കയ്യിലുള്ള പ്രതിപക്ഷ ഉപനേതൃപദവിയാണ് CPI ആവശ്യപ്പെട്ടത്. എന്ത് വന്നാലും ഉപനേതൃപദവി വിട്ടുകൊടുക്കില്ലെന്ന് CPM ആദ്യമേ തീരുമാനമെടുത്തിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ഉപനേതൃപദവി കൂടിയേ തീരൂ എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള CPI തീരുമാനമെടുക്കുകയും LDF കൺവീനർക്ക് കത്തു നൽകുകയും ഒക്കെ ചെയ്തത്. എന്നാൽ മാസം 3 കഴിഞ്ഞിട്ടും CPI ആവശ്യം CPM ഗൗനിച്ചതേയില്ല. ഇന്നലെ വിവാദത്തിന് ശേഷം ആദ്യമായി LDF യോഗം ചേർന്നപ്പോൾ CPI ഈ ആവശ്യം ഉന്നയിച്ചതുപോലുമില്ല. CPIക്ക് വലിയ തിരിച്ചടിയാണ് ഉപനേതൃപദവി പ്രശ്നത്തിൽ ലഭിച്ചത്. ഭരണമുള്ളപ്പോൾ CPMനെ മുൾമുനയിൽ നിർത്തുന്ന ലൈനാണ് ബിനോയ് വിശ്വത്തിന് നേതൃത്വത്തിലുള്ള CPI സ്വീകരിച്ചത്. ഭരണമുള്ളപ്പോൾ PM ശ്രീയിൽ ഉൾപ്പെടെ അഭിമാനം കളഞ്ഞുകുളിച്ച് CPIക്ക് മുന്നിൽ CPM വഴങ്ങിയിട്ടുണ്ടെങ്കിലും ഭരണം നഷ്ടമായപ്പോഴുള്ള നിലപാട് വേറെയായിരിക്കുമെന്ന് CPI കണക്കുകൂട്ടിയില്ല. പ്രശ്നം രൂക്ഷമായപ്പോൾ ചർച്ചയ്ക്ക് എന്ന നിലയിൽ ബിനോയ് വിശ്വത്തിനെ LDF കൺവീനർ TP രാമകൃഷ്ണൻ കണ്ടിരുന്നു. എന്നാൽ ഉപനേതൃപദവി കാര്യത്തിൽ ചർച്ചയില്ല എന്ന സന്ദേശം മാത്രമാണ് കൈമാറിയത്. എന്നാൽ ചർച്ച നടന്നുവെന്ന രീതിയിലാണ് ബിനോയ് വിശ്വം പുറത്ത് പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ഉപനേതൃപദവി പ്രശ്നത്തിൽ CPMന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. പ്രശ്നത്തിൽ മുന്നോട്ടില്ലെന്ന് CPI തത്വത്തിൽ തീരുമാനമെടുത്തിട്ടും ഒരു ഇഞ്ച് പോലും മുന്നേറാൻ CPIക്ക് കഴിഞ്ഞില്ല. PM ശ്രീയിൽ ഏറ്റ തിരിച്ചടിക്ക് CPM ശക്തമായ മറുപടി ഇപ്പോൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ബിനോയ് വിശ്വത്തിന് വലിയ പങ്കുണ്ടെന്ന വിലയിരുത്തലാണ് CPM നടത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് PM ശ്രീ ഉൾപ്പെടെ ബിനോയ് വിശ്വം എടുത്ത നിലപാടുകൾ പലതും പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയായി. PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ ഇടത് നിലപാടുകളിൽ നിന്നും CPM വ്യതിചലിക്കുന്നുവെന്ന് ബിനോയ് വിശ്വം പരസ്യമായി തുറന്നടിച്ചത് CPMനും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും വലിയ ക്ഷീണമായിരുന്നു. പ്രധാന പ്രശ്നങ്ങളിൽ ഒരടി മുന്നോട്ട് എന്നാൽ 2 അടി പിന്നോട്ട് എന്ന നിലയിലാണ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം നിലപാടെടുത്തത്. ഇത് CPMനും സർക്കാരിനും വലിയ അനുഗ്രഹമായിരുന്നു. ഭരണം കയ്യിലുള്ളപ്പോൾ പ്രധാന പ്രശ്നങ്ങളിൽ കടുത്ത നിലപാടെടുത്താൽ LDFനും സർക്കാരിനും വലിയ തിരിച്ചടിയാകും എന്ന നിലപാടിലായിരുന്നു പലപ്പോഴും കാനം. പിണറായിയും കാനവും തമ്മിൽ നല്ല ബന്ധവുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ CPMന് വലിയ തലവേദന വന്നില്ല. ഭരണത്തിൽ ഇതാദ്യമായി LDFന് 2ാം ഊഴം കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ബിനോയ് വിശ്വം വന്നപ്പോൾ സ്ഥിതി മാറി. പ്രത്യയശാസ്ത്ര നിലപാടിൽ വെള്ളം ചേർക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ബിനോയ് വിശ്വം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ ഉൾപ്പെടെ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാത്ത പിണറായിക്ക് ഗത്യന്തരമില്ലാതെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. എന്നാൽ ഭരണം നഷ്ടമായപ്പോൾ CPIയെ അത്ര ഗൗനിക്കാത്ത നിലപാടിലാണ് CPM. പ്രതിപക്ഷ ഉപനേതൃപദവിയിലും വിട്ടുവീഴ്ച ചെയ്തില്ല. ഇതോടെ മുൻപ് പിണറായി കീഴടങ്ങിയ രീതിയിൽ ബിനോയ് വിശ്വത്തിനും മുട്ടുമടക്കേണ്ടി വന്നു. എന്തായാലും ഇനിയെങ്കിലും കടുത്ത നിലപാടെടുക്കുമ്പോൾ CPIയും ബിനോയ് വിശ്വവും ഒന്നുകൂടി ആലോചിക്കാൻ സാധ്യതയുണ്ട്. മുഖം നഷ്ടമാകാതെ മുന്നോട്ട് പോകാൻ CPIക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലതാനും.